students, welcome to Varanda Race YouTube class. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC ബാങ്ക് PSC എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് എക്സാംസുമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിലായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 4th വീക്കിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്കി സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനകത്ത് അപ്പോയിൻമെൻറ്റ് അവാർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ ബാക്കി ഡിഫൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഒബീച്വറീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് കൺട്രി സപ്ലൈസ് S-400 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ടു ഇന്ത്യ? ഡിഫൻസ് ന്യൂസ് ആണ്. നിങ്ങളായിരുന്നുവെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്തേക്കുന്നത്? S-400 എയർ ഡിഫൻസ് നമുക്ക് ആരായിരിക്കും തന്നേക്കുന്നത് ഇന്ത്യക്ക്? USA ആണോ, ഇസ്രായേൽ ആണോ, റഷ്യ, ഫ്രാൻസ്? ആരായിരിക്കും തന്നേക്കുന്നത്? നമുക്ക് ആൻസർ നോക്കാം. റഷ്യ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ അല്ലേ? S-400 ഡിഫൻസ് മിസൈൽ ഇന്ത്യക്ക് തന്നേക്കുന്ന ആരാണ്? റഷ്യ. അടുത്ത് നോക്കിയേ, നമ്മുടെ ഇന്ത്യൻ നേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ന്യൂസാണ്. സോറി, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസാണ്. ഫസ്റ്റ്, ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ INSV തരിണി വിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ 15th edition ഓഫ് എക്സ്പെഡീഷൻ ടു കേപ്പ് ടൗൺ, സൗത്ത് ആഫ്രിക്ക ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദ കേപ്പ് ടു റേസ് 2023. ഓക്കെ, കേപ്പ് ടു റിയോ റേസ് 2023 നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കേപ്പ് ടൗണിലോട്ടുള്ള എക്സ്പെഡീഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ 50ാമത്തെ എഡിഷൻ അതിൻ്റെ പ്രോഗ്രാം നടക്കുന്ന, അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ നേവൽ സെയിലിംഗ് വെസൽ ആയിട്ടുള്ള INS തരിണി എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഗീവൺ ദ നോഡ് ടു പ്രൊക്യൂർ 120 പ്രാലെ ഷോർട്ട് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ഫോർ ദി ആംഡ് ഫോഴ്സസ്. ഓക്കെ അല്ലേ? മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പുതുതായിട്ടൊരു 120 പ്രാലെ ഷോർട്ട് റേഞ്ച് സർഫസ് ടു ഡിഫൻസ് മിസൈൽ എങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? ആംഡ് ഫോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അത് ഓക്കെ, ഇന്ത്യൻ ആർമി ഇനാഗ്രേറ്റഡ് ഫസ്റ്റ് 3D പ്രിന്റഡ് ഹൗസ് ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഇന്ത്യൻ ആർമി ഇനാഗ്രേറ്റ് ചെയ്തേക്കുവാണ് അവരുടെ ഫസ്റ്റ് 3D പ്രിന്റ് ഹൗസ് ഡ്വെല്ലിംഗ് യൂണിറ്റ്. ഓക്കെ അല്ലേ? ഫോർ സോൾജിയേഴ്സ് അറ്റ് അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് 3D പ്രിന്റഡ് ഹൗസ് ഡ്വെല്ലിംഗ് പ്രോഗ്രാം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്ട്രേലിയാസ് മെൻസ് ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ഹാസ് ബീൻ നെയ്മഡ് ആഫ്റ്റർ ഹും? ഓക്കെ അല്ലേ? ഓസ്ട്രേലിയാസ് മെൻസ് ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി അവാർഡ് കിട്ടിയിരിക്കുന്ന സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് ആണ്. ഓപ്ഷൻ നോക്കിയേ, ആദം ഗിൽക്രിസ്റ്റ്, റിക്കി പോണ്ടിങ്, ഷെയ്ൻ വാർണെ, ഡേവിഡ് വാർണർ. നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്തേക്കാം? നമുക്കൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താലോ? യെസ്, ഓപ്ഷൻ എന്താ? കറക്റ്റ് ആൻസർ എന്താ? ഷെയ്ൻ വാർണെ. ഷെയ്ൻ വാർണയ്ക്കാണ് ഓസ്ട്രേലിയാസ് മെൻസ് ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ഫസ്റ്റ് വേൾഡ് ടേബിൾ ടെന്നീസ് സീരീസ് നടക്കാൻ പോകുന്നത് ഗോവയിലാണ്. ഫെബ്രുവരി 27 തൊട്ട് മാർച്ച് 15 വരെ ആയിരിക്കും ഗോവയിൽ വേൾഡ് ടേബിൾ ടെന്നീസ് സീരീസ് നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ, 2025 ക്ലബ് വേൾഡ് കപ്പ്. അതിൽ നമ്മുടെ 32 ടീംസ് ഉണ്ട്. അത് നടക്കാൻ പോകുന്ന എവിടെ വെച്ചിട്ടാണ്? മൊറോക്കോയ്ക്കാണ് നടക്കാൻ പോകുന്നേക്കുന്നത്. ഹോസ്റ്റിംഗ് റൈറ്റ്സ് കിട്ടിയിരിക്കുന്ന ആർക്കാ? ഫെബ്രുവരി 2023 മൊറോക്കോയിൽ വെച്ചിട്ടായിരിക്കും 2025 ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊക്കെ, സാം കുര്യൻ ഷാറ്റേഴ്സ് all records in now the most expensive cricket player even acquired by IPL franchise. നോക്കി, IPL ഫ്രാഞ്ചൈസിയോട് കൂടിയിട്ട് മോസ്റ്റ് എക്സ്പെൻസീവ് ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞേക്കുന്ന റെക്കോർഡ് തകർത്തിരിക്കുന്ന ആരാണ്? സാം കുര്യൻ ആണ്. അടുത്ത് നോക്കിയേ, ബഡ്ഡിംഗ് ബാഡ്മിന്റൺ സെൻസേഷൻ ഗെറ്റാസാറോ. ഓക്കെ അല്ലേ? ഗെറ്റാസാറോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് നോക്കുന്നേ? once again made Arunachal proud by winning the top arena junior international badminton championship title. ഓക്കെ അല്ലേ? 9 വയസ്സിന് താഴെയുള്ള 9 years below കാറ്റഗറിയിൽ നമ്മുടെ ഗെറ്റാസാറോ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒരിക്കൽ കൂടി നേടിയിരിക്കുകയാണ്. അത് നടന്നിരിക്കുന്ന എവിടെ വെച്ചാൽ? കോലാലംപൂർ, മലേഷ്യയിലായിരുന്നു. അതിന് ടോപ്പ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ഗെറ്റാസാറോ. അദ്ദേഹം അരുണാചൽ പ്രദേശുകാരനാണ്. 9 വയസ്സിന് താഴെയുള്ള കാറ്റഗറിയിലാണ് ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ
നമ്മുടെ ഗെറ്റോസോറോ നേടിയിരിക്കുന്നത്. അടുത്ത നോക്കിയേ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ടുള്ള അനുരാഗ് സിംഗ് താക്കൂർ, ഓക്കെ അല്ലേ, ഇനാഗുറേറ്റഡ്, ഓക്കെ ഇതിന് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അനുരാഗ് സിംഗ് താക്കൂർ ഇനാഗുറേറ്റഡ് ദ സ്പോർട്സ് സയൻസ് സെന്റർ ഇൻ ഉടുപ്പി. ഓക്കെ, നമ്മുടെ യൂത്ത് അഫയേഴ്സിന്റെ പുതിയ സ്പോർട്സ് സയൻസ് സെന്റർ വന്നേക്കുന്ന എവിടെ? ഉടുപ്പി. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അനുരാഗ് സിംഗ് താക്കൂർ. അടുത്ത നോക്കിയേ, ഇൻ ദ മെമ്മറി ഓഫ് ലേറ്റ് സ്പിൻ ലെജൻഡ് ആയിട്ടുള്ള ഷെയ്ൻ വാർനെ. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് അവാർഡ്, ഇയർലി അവാർഡ് കിട്ടിയിരിക്കുന്നത് ഷെയ്ൻ വാർനെ. അടുത്ത നോക്കിയേ, സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ ആയിട്ടുള്ള ഫർഹാൻ ബ്രഹഡിയൻ, അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഫർഹാൻ ബഹർഡിയൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് അനൗൺസ് ചെയ്യുകയാണ്. ഓക്കെ അല്ലേ. 16 ഇയർ ഓൾഡ് ആയിട്ടുള്ള ആദിത്യ മിറ്റലിന് ഇന്ത്യയുടെ 77ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നേക്കുന്ന ആരെയാണ്? 16 വയസ്സുള്ള ആദിത്യയാണ്. ആദിത്യ മിറ്റലാണ് ഇന്ത്യയുടെ 77ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഈ ഡിസംബർ 4th വീക്കിൽ നടന്ന ന്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നോക്കിയേ, വിച്ച് IIT ഈസ് ടു ബി സെറ്റ് up as an institute in Malaysia. ന്യൂസിലുണ്ടായിരുന്നു. ഓക്കെ, IIT ഖരഗ്പൂർ, IIT ഡൽഹി, IIT പാറ്റ്ന, IIT മുംബൈ. നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ആൻസർ ആയിരിക്കും മാർക്ക് ചെയ്യുക? നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കിയാലോ. IIT ഖരഗ്പൂർ ആണ് അദ്ദേഹത്തിന്റെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ തുടങ്ങിയത്? മലേഷ്യയിൽ തുടങ്ങിയത്. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് ന്യൂസ് ആണ് പോകാൻ പോകുന്നത്. US ഫ്രഞ്ച് സാറ്റലൈറ്റ് എന്ത് ചെയ്യുന്നറിയാമോ? വേൾഡിലെ എല്ലായിടത്തെയും ഓഷ്യൻസ്, ലേക്ക്, റിവർ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് നമ്മുടെ US എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ആക്കിയിട്ടുണ്ട്. US ഫ്രഞ്ച് സാറ്റലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? വേൾഡിലെ ഏകദേശമുള്ള ഓഷ്യൻസ് എല്ലാത്തിനെയും മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കിയേ, നോർത്ത് കൊറിയയുടെ പുതിയ സാറ്റലൈറ്റിന്റെ ഇമ്പോർട്ടന്റ് ഫൈനൽ സ്റ്റേജ് ടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സ്പൈ സാറ്റലൈറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നടക്കുകയാണ്. നമ്മുടെ നോർത്ത് കൊറിയ എ ടെസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ആൻ ഇമ്പോർട്ടന്റ് ഫൈനൽ സ്റ്റേജ്. എന്താ പ്രത്യേകം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫസ്റ്റ് സ്പൈ സാറ്റലൈറ്റ് ആണ്. ഓക്കെ അല്ലേ. അതെന്താ പോവാണ്? അപ്പോൾ അവിടെ നടക്കാൻ പോവുകയാണ്. അടുത്ത നോക്കിയേ, US എയർഫോഴ്സ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫ്ലൈറ്റഡ് ഇസ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഹൈപ്പർസോണിക് മിസൈൽ. AGM-183A എയർ ലോഞ്ച്ഡ് ഇൻ റാപ്പിഡ് റെസ്പോൺസീവ് വെപ്പൺ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ US-ന്റെ പുതിയ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഹൈപ്പർസോണിക് മിസൈൽ AGM-183 എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു. എൻ്റെ പേര് വലുതായിട്ടൊന്നും നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അടുത്ത നോക്കിയേ, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് അതോറൈറ്റൈസേഷൻ സെന്റർ, iSpace, അതിനകത്ത് അവർ പുതുതായിട്ടൊരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ആരുമായിട്ടാന്ന് നോക്കിയേ? ബാംഗ്ലൂർ ബേസ്ഡ് ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ക്യുനു ലാബ്സുമായിട്ട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ സ്പേസ് എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയൊരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ്? ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് നമ്മുടെ സ്പേസ് ആൻഡ് അതോറിറ്റൈസേഷൻ സെന്ററും അതുപോലെ ക്യുനു ലാബ്സും കൂടെ ചേർന്നിട്ടാണ് MOU സൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നോക്കിക്കേ, നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ന്യൂസ് പറഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബീച്വറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്ക് ന്യൂസിൽ വന്നിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒബീച്വറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവരുടെ ഏത് വർഷമാണ് അവാർഡ് കിട്ടിയെന്ന് വരെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ന്യൂസിൽ വന്ന ആൾക്കാരാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, BSF. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു 1971 ഇന്ത്യൻ പാകിസ്ഥാൻ വാറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ബൈറൻ സിംഗ് റാത്തോർ. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് എന്ത് ചെയ്തു? മരിച്ചുപോയി. സ്ഥലം ഏതാണ്? രാജസ്ഥാൻ. അദ്ദേഹം എന്താണ്? ഹീറോ ഓഫ് ദി 1971 ഇന്ത്യൻ പാകിസ്ഥാൻ വാർ. അതുപോലെ ഒരു BSF ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, ബൈറൻ സിംഗ് റാത്തോർ. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് എന്ത് ചെയ്തു? മരിച്ചുപോയി. അടുത്ത നോക്കിയേ, സീനിയർ ഗമാക്ക എക്സ്പോണന്റ് ആൻഡ് പത്മശ്രീ അവാർഡി HR കേശവമൂർത്തി. ഓക്കെ അല്ലേ. നമ്മുടെ അതും കർണാടകയിലാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചുപോയി. ഈ അടുത്തിടയ്ക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയ ആളാണ് HR കേശവമൂർത്തി. അടുത്ത നോക്കിയേ, വെട്ടിരാൻ തെലുങ്കു ആക്ടർ കൈകാല സത്യനാരായണ. ഓക്കെ അല്ലേ. അദ്ദേഹം കൂടുതലായിട്ടും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വില്ലൻ ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അതേ തെലങ്കാന. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അടുത്ത നോക്കിയേ, വെട്ടിരാൻ സംസ്കൃത സ്കോളർ ശ്രീഭാഷ്യം
വിജയസാരഥി, അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കവിതകൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അടുത്തിടയ്ക്ക് മരിച്ചുപോയി. അപ്പം 4 ഇമ്പോർട്ടൻറ്റ് ഒബീച്വറീസ് ആണ് ഈ ആഴ്ചത്തെ നമ്മൾ നോക്കിയത്. അപ്പം സയൻസ്, ടെക്നോളജി, ഡിഫൻസ്, സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ഉള്ള ന്യൂസും അതുപോലെ ഒബീച്വറീസിൻ്റെ ന്യൂസും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്ലാസ് ഒക്കെ നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വേണം അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടെ സജഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ PDF അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എക്സാംസിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. താങ്ക്